വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. വേദിയിലെ വിശിഷ്ട നേതാക്കൾ, പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ, ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ശ്രീ അരിവടകൻ, ഒരുപാട് നേതാക്കന്മാരുണ്ട്. എല്ലാവരും സീനിയർ നേതാക്കന്മാരാണ്. മുരളി മുതൽ നമ്മുടെ എല്ലാ നേതാക്കന്മാരുമുണ്ട്. ബാലുവടക്കമുള്ള നേതാക്കന്മാരുണ്ട്. പേരെടുത്ത് പറയുന്നില്ല. പ്രിയ നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ ഷോർട്ടായ ചില കാര്യങ്ങൾ മാത്രം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം. ഇത് ഇന്ത്യ രാജ്യം കാണുന്ന ഒരുപക്ഷെ ആദ്യത്തെ ഭീകരമായ പ്രതിപക്ഷ സമരത്തിന്റെ ഒരു തിരശ്ശീലയാണ് ഇന്ന് ഉയർന്നിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലുടനീളം ഈ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു രാജ്യം നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചു ഇന്ത്യയുടെ വളർച്ചയും ഇന്ത്യയുടെ ഉയർച്ചയും ഇന്ത്യയുടെ ജനവും ഒക്കെ പരാമർശിച്ചു പോയി. കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഇന്ത്യ ഈ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇന്ത്യ ലോകത്തിലെ എണ്ണപ്പെട്ട ഒരു രാഷ്ട്രമായി മാറിയതിന്റെ പിറകിലുള്ള കഠിനാധ്വാനവും കഷ്ടപ്പാടുകളും ഒക്കെ ഞാനും നിങ്ങളും കണ്ടും അനുഭവിച്ചും വളർന്നു വന്നവരാണ്. പക്ഷെ ആ നാട് ഇന്ന് ഒരു കോടീശ്വരന്റെ കയ്യിൽ അമ്മാനമിട്ട് ആടുന്നത് കാണുമ്പോൾ നെഞ്ചകത്ത് നമുക്കെല്ലാം കഠിനമായ വേദനയും വെറുപ്പും ഉണ്ടാവുകയാണ്. ഒരു ഭരണകൂടം ഒരു വ്യക്തിയുടെ, ഒരു കോടീശ്വരന്റെ മുമ്പിൽ തലമുനച്ച് അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു രാഷ്ട്രത്തെ മാറ്റിക്കൊടുക്കാൻ നട്ടല്ലില്ലാത്ത ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ സാധിക്കുമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തിന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചോദ്യം ചെയ്തുകൊണ്ടും ഈ നാടിന്റെ വികസനത്തിന് അടിവരയിട്ടുകൊണ്ടും മുൻപോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ദൃക്സാക്ഷിയായി അത് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് പോരാട്ട വീര്യത്തോടുകൂടി ഈ സമരമുഖത്തേക്ക് നാം കടന്നു വന്നിട്ടുള്ളത്. ഇതിനുള്ള എല്ലാം പിന്തുണയും പിൻബലവും ഇവിടെ ഉണ്ടാകണം. ഇവിടെ പാവപ്പെട്ടവന്റെ, കഷ്ടപ്പെടുന്നവന്റെ, ഭാരം ചുമക്കുന്നവന്റെ, പട്ടിണി കിടക്കുന്നവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടെ ആരുമില്ല. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ തന്നെ വേണം. പ്രാദേശിക തലത്തിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലെ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നിട്ടും ആ ജനങ്ങളുടെ എല്ലാ വികാരങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു കോടീശ്വരൻ ഇന്ത്യ ഭരണകൂടത്തെ ഉള്ളം കയ്യിലെടുത്ത് ആ ഇന്ത്യ ഭരണകൂടത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ അവരുടെ മുമ്പിൽ ഒരു വാലാട്ടിയെ പോലെ അദ്ദേഹത്തോടൊപ്പം ഒട്ടിനിന്ന് മുൻപോട്ട് പോകുന്നത് കാണുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനത്തെ ഓർത്ത് നമുക്ക് ലജ്ജിക്കാനേ സാധിക്കൂ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ഡിസംബർ 16 രാജ്ഭവന് മുമ്പിൽ നമ്മൾ ഇതുപോലുള്ള ഒരു സമരമുറ നമ്മൾ ആരംഭിച്ചതും അദാനിയുടെ കൊള്ളക്കെതിരെയുള്ള ഒരു ജനരോഷത്തെ ആളിക്കത്തിച്ചുകൊണ്ട് ഈ നാടിനെ ഉള്ളം കൈയെടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ആണത്വത്തിന്റെ വഴിയിലേക്ക് നമുക്ക് പോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നാം ഇവിടെ പ്രതിജ്ഞ പുതുക്കണം. ഈ അദാനിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ കൊള്ളക്കെതിരെയുള്ള നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അദ്ദേഹം കോടാനുകോടികൾ ലക്ഷങ്ങൾ അങ്ങനെ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് എല്ലാ ആളുകളെയും ഉള്ളം കൈയിലെടുത്ത് എല്ലാ വിമാന കമ്പനികളും അതുപോലെ തന്നെ കപ്പൽശാലകളും അതുപോലെ ഫാക്ടറികളും എല്ലാം അദ്ദേഹത്തിന്റെ തറവാട്ട് സ്വത്ത് പോലെ ഇന്ത്യ രാജ്യത്തെ പൊതുമുതൽ അദ്ദേഹത്തിന്റെ ഉള്ളം കയ്യിൽ കിട്ടമ്മാനമാകുമ്പോ അത് നോക്കി നിൽക്കാൻ ആനത്തമുള്ള, അത് നോക്കി നിൽക്കാൻ അല്പാഭിമാനമുള്ള ഒരു ജനതയ്ക്ക് സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരവുമായി നിങ്ങളെയും കൂട്ടി പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ സമരമുഖത്ത് കടന്നു വന്ന നിങ്ങളെ എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. നിങ്ങളുടെ പിന്തുണയും പിൻബലത്തിന്റെയും കൂടെ ഒട്ടി നിന്നുകൊണ്ട് ഈ നാടിന്റെ മാറ്റത്തിന് ഒരു ശബ്ദമുണ്ടാക്കാൻ, ഈ മാറ്റത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ലക്ഷ്യം കാണുന്നത് വരെ ഈ സമരം തുടരും എന്ന് മാത്രം ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്തു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.